അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷാണ്. നമ്മൾ നേരത്തെ തുടങ്ങിക്കണില്ലേ? ശരി, ഇന്ന് നമുക്കും ഒന്ന് തുടങ്ങല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. രണ്ട് കൈകളും ഒന്ന് നിങ്ങൾ മേപ്പോട്ട് ഉയർത്തണം. അത് കൈ ശരിക്കും ഞാൻ പറയാൻ എന്താ വെച്ചാൽ മേലെ മുട്ടണം എന്നാണ്. അതിനുള്ളൊരു ശ്രമം നടത്തണം. ഒരു 4 ആൾക്കാരെയും കൂടി മേലെ മുട്ടുണ്ട് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം മുട്ടി തുടങ്ങിക്കണ്. താഴ്ത്ത. ഇനി കണ്ണൊന്ന് അടക്കണം. രണ്ടാമത്തെ പണിയാണ്. ഒരു പണിയപ്പോ കഴിഞ്ഞു. കണ്ണൊന്ന് അടക്കണം. ഇനി മനസ്സിൽ കണ്ണ് തുറക്കാതെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുറത്തേക്ക് കേൾക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനൊരു നല്ല കുട്ടിയാണ്. ഇന്ന് ബാലസമ്മേളനത്തിന് വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് കളിയും കാര്യവുമായി ഒരുപാട് നന്മകൾ ഞാൻ പഠിക്കും. എന്നിട്ട് പരമാവധി ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തും. കണ്ണ് തുറക്കാം, ഇരിക്കാം. എന്തോ ഒരു സുഖം തോന്നുന്നുണ്ടപ്പോ അല്ലേ? യെസ്. ഇന്ന് ഞാനൊരു പാട്ട് പാടാം അല്ലേ? യെസ്. ഇപ്പൊ എല്ലാവരും ശരിക്കിരുന്നില്ലേ? ശരി, ഇനി ഞാൻ ഒരൊറ്റ പാട്ട് പാടും. ആ പാട്ടിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ എണ്ണണം. എന്നിട്ട് എത്ര എണ്ണ കിട്ടി എന്ന് അവസാനം പറയണം പാട്ട് കഴിഞ്ഞിട്ട്. എന്താ നിങ്ങൾ എണ്ണേണ്ടതെന്നറിയോ? എന്താ എണ്ണേണ്ടതെന്നറിയോ? പാട്ടിന്റെ വരിയെന്ന് ഒരാൾ പറഞ്ഞു, നല്ല കാര്യങ്ങൾ. എന്താ എണ്ണേണ്ടത്? ഓക്കെ, ഞാൻ എണ്ണേണ്ടത് എന്താന്ന് പറയാൻ പോവാണ്. ആരാണ് ഈ ലോകത്തെ പഠിച്ചത്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാതും അള്ള പഠിച്ചാണ് ഇല്ലേ? അപ്പൊ അള്ള പഠിച്ച കുറെ കാര്യങ്ങൾ ഞാൻ പാടുന്ന പാട്ടിൽ ഇങ്ങനെ വരും. പാട്ടിലിങ്ങനെ. അപ്പൊ നിങ്ങൾ അതിങ്ങനെ എണ്ണണം. എന്നിട്ട് അവസാനം ഞാനൊന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ചോദിക്കും. അപ്പൊ ഇങ്ങനെ വിരല് ചൂണ്ടലാവും. ഒന്ന് പറഞ്ഞ എത്ര എണ്ണാന്ന്. ചിലപ്പോ ഇങ്ങോട്ടാവും ചൂണ്ടല്. എന്നാ തുടങ്ങാ. റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? അന്ന് എല്ലാരും ഒന്ന് കൈയ്യട്ടിക്കാൻ നോക്ക്. കേൾക്കാൻ റെഡി ആയവരൊക്കെ ഒന്ന് കൈയ്യട്ടണം. കേൾക്കാൻ റെഡിയാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിട്ടാ. ശരി. കടലും കരയും കാടുകളും പുല്ലും പൂവും പൂങ്കനിയും വെയിലും മഴയും മാരുതനും സൃഷ്ടിച്ചവനാണല്ലാഹു. സൃഷ്ടിച്ചവനാണല്ലാഹു. കുറച്ച് കുട്ടികളെ എണ്ണീട്ട് ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ. ഒരവസരം കൂടി. 2 ലൈനാണ് ഞാൻ ഇപ്പൊ പാടിയത്. ഇനി ശ്രദ്ധിച്ചോളിയും. ഒന്നുകൂടി പാടാണ് ഞാനത്. എന്തൊക്കെ ഫസ്റ്റത്തെ ഞാനത് തുടങ്ങിയ എന്താന്ന് ഓർമ്മയുണ്ടോ? കടല് പഠിച്ചോ സൃഷ്ടിച്ചാണല്ലോ അല്ലെ? അപ്പൊ എണ്ണല് തുടങ്ങിക്കോട്ടോ. വിരലൊക്കെ റെഡി അല്ലേ? കയ്യൊക്കെ അയച്ചിട്ടോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. റെഡി അല്ലേ? ശരി. കടലും കരയും കാടുകളും പുല്ലും പൂവും പൂങ്കനിയും വെയിലും മഴയും മാരുതനും സൃഷ്ടിച്ചവനാണല്ലാഹു. സൃഷ്ടിച്ചവനാണല്ലാഹു. 2 പേരിലും ഇങ്ങനെ പിടിച്ചു വരുന്ന കൈ എന്തിച്ചേ 10 കിട്ടിയേനെ. നെയ്യ് പറ എത്ര ഉണ്ട്? 10 ഉണ്ട്. 8 അവിടെ ബാക്കില് എത്ര ഉണ്ട്? ഇവിടെ ഈ തിരിഞ്ഞു 9 ഇവിടെ 12 അവിടെ 11 അവിടെ 9. അപ്പൊ ഏതാ ശരി? 9. ഒന്ന് പിടിക്കും. നോക്ക വിരല് റെഡി അല്ലേ? എന്നിരിക്കും. നോക്കട്ടെ ആരൊക്കെ പറഞ്ഞ ശരി. നോക്കട്ടെ തുടങ്ങാ. കടലും കരയും കാടുകളും
പുല്ലും പൂവും പൂങ്കനിയും വെയിലും മഴയും മാരുതനും സൃഷ്ടിച്ചവനാണല്ലാഹു, സൃഷ്ടിച്ചവനാണല്ലാഹു. 9 എന്ന് പറയാത്തവരെന്ന് കൈവന്നിച്ചേ. 9 പറയാത്തവര്. യെസ്, ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ 9 പറഞ്ഞവർ സമ്മതിക്കുവോ? ഇല്ല. ശരി ഏതാണ്? ഇനി 9 പറഞ്ഞവരും കൈവന്തിക്കും. എല്ലാവരും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താണ്? നല്ല കുട്ടികളാണ്. ഇപ്പൊ എത്ര എണ്ണായി? 9 എണ്ണായിക്കണം. ഇപ്പൊ 9 എണ്ണായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് 10 ആക്കാം. ഇപ്പൊ എത്ര എണ്ണ? 9. ഇനി ബാക്കി ഒരു 2 ലൈനും കൂടി ഞാൻ പാടുന്നുണ്ട്. അപ്പൊ ഈ 9 കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അല്ലേ വേണ്ട, ഈ 9 ഇവിടെ നിൽക്കട്ടെ. ഇനി ആദ്യം മുതൽ വീണ്ടും എണ്ണ കേട്ടോ. അപ്പൊ ശരി, ഇപ്പൊ നമ്മൾ പാടിയത് ഇത് ഞാൻ പാടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളങ്ങ് നീപ്പിച്ചു നിർത്തും. എന്നിട്ട് ഇതൊന്ന് പാടിക്കാന്ന് പറയും. അതിന് മാത്രമൊന്നുമില്ല, ഇതിലെ സിമ്പിളാണ്. റെഡി അല്ലേ? ഒന്ന് നോക്കാം ആദ്യം മുതൽ തന്നെ. കടലും കരയും കാടുകളും പുല്ലും പൂവും പൂങ്കനിയും വെയിലും മഴയും മാരുതനും സൃഷ്ടിച്ചവനാണല്ലാഹു, സൃഷ്ടിച്ചവനാണല്ലാഹു. 9. ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്തോളിട്ടോ. ആദ്യം മുതൽ ഈ 9 ഇവിടെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പ്ലസ് ചെയ്യും കേട്ടോ. ഈ 9 ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ആദ്യം മുതൽ 1 മുതൽ എണ്ണണം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ നീലാകാശം ഗോളങ്ങൾ കോമളമോഹന ലോകങ്ങൾ ആകെ പടച്ചവനല്ലാഹു, ആകെ പടച്ചവനല്ലാഹു. കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ? ലാവില്ല. നിങ്ങളൊക്കെ നല്ല കുട്ടികളായതുകൊണ്ട് പ്രശ്നം. ഒന്നുകൂടിയാ. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ നീലാകാശം ഗോളങ്ങൾ മോഹന കോമള ലോകങ്ങൾ ആകെ പടച്ചവനല്ലാഹു, ആകെ പടച്ചവനല്ലാഹു. എണ്ണം കിട്ടിയല്ലോ. ഇപ്പൊ എല്ലാവർക്കും എണ്ണം കിട്ടിയണല്ലോ അല്ലെ? നമ്മളെ വലത് സൈഡിലുള്ള ആളോടൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് എത്ര എണ്ണ കിട്ടിയെന്ന്. നമ്മളെ റൈറ്റ്, നമ്മള് ഭക്ഷണം കഴിക്കുന്ന കയ്യിന്റെ ഭാഗത്തുള്ള ആൾ ഇവിടെ എത്ര കിട്ടി വേഗം ചോദിക്കും. പിന്നെ എവിടെയുള്ള ആളെത്തെ ചോദിക്കാൻ പറഞ്ഞത്? വലത് ഭാഗം. കിട്ടിയോ? യെസ്. ഇന്ന് എത്ര ഉണ്ട്? യെസ്. ഈ ഭാഗത്തുള്ള പെൺകുട്ടികൾ മാത്രം ഒന്ന് പറഞ്ഞു. എത്ര കിട്ടി? 6. ഇനി ഈ ഭാഗത്തുള്ള ബോയ്സ് മാത്രം 5, 7, 5, 8. യെസ് മതി. നിങ്ങളെ അവസരം കഴിഞ്ഞു. ഇവിടെ യെസ്. എന്നാ നമുക്ക് നോക്കാം, എല്ലാവർക്കും നോക്കാം. ആര് പറഞ്ഞത് ശരി നോക്കാം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ നീലാകാശം ഗോളങ്ങൾ കോമളമോഹന ലോകങ്ങൾ ആകെ പടച്ചവനല്ലാഹു, ആകെ പടച്ചവനല്ലാഹു. എത്ര? എല്ലാരും 6 പറയുന്നുണ്ടോ? എല്ലാരും 6 പറഞ്ഞു. പിന്നെ ചെറിയ സംശയം ഉണ്ടായിരുന്നു, അതൊന്നും പ്രശ്നമില്ല. 6. അപ്പൊ 9 + 6 = 15. റെഡി? ശരി. ഇനി നമ്മൾ ഈ പാട്ട് ഒന്നിച്ച് ചൊല്ലാൻ പോണ. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു കാര്യം പറയാൻ പോണു കേട്ടോ. തുടങ്ങലെന്നാ? റെഡി? കടലും കരയും മുതൽ കേട്ടോ. 1, 2, 3. കടലും കരയും കാടുകളും പുല്ലും പൂവും പൂങ്കനിയും വെയിലും മഴയും മാരുതനും സൃഷ്ടിച്ചവനാണല്ലാഹു, സൃഷ്ടിച്ചവനാണല്ലാഹു. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ നീലാകാശം ഗോളങ്ങൾ കോമളമോഹന ലോകങ്ങൾ ആകെ പടച്ചവനല്ലാഹു,
ആകെ പടച്ചവനല്ലാഹു. റെഡി? ശരി. അങ്ങനെയാണെങ്കിൽ അപ്പോ എല്ലാം പഠിച്ചത് ആരാണ്? തല താഴ്ത്തിയിരിക്കണോരത്താവും ചിലപ്പോ ആദ്യം ചോദിക്കട്ടോ. അപ്പൊ തല ഉയർത്തി മേപ്പോട്ട് നോക്കിയിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? എന്താ ക്വസ്റ്റ്യൻ അറിയോ? ക്വസ്റ്റ്യൻ കേട്ടെങ്കിൽ എല്ലാരും കൈവന്തിക്കും. ഞാൻ പറയുന്നത് അതാ തോന്നുന്നു. ആദ്യം ക്വസ്റ്റ്യൻ പറയല തോന്നുന്നു നല്ലത് അല്ലേ? എന്നാ എല്ലാവർക്കും സുഖാണ്. മറ്റേ ഇപ്പൊ എന്താവും ക്വസ്റ്റ്യൻ പേടിച്ചിട്ടാണ് തലക്കെ താഴ്ത്തി കുറെ ആൾക്കാരിക്കണത്. ഞാൻ ചോദിച്ച ഉടനെ എല്ലാരും പാടെ വിളിച്ച് പറയാൻ പാടില്ല. അപ്പോ കാരണം നിങ്ങൾക്ക് ചിലപ്പോ അറിയുന്നുണ്ടാവും. ചോദിക്കട്ടെ? ഇപ്പൊ എല്ലാം പഠിച്ചത് അള്ളാണെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലെ? എല്ലാം പഠിച്ച കടലും കരയും പിന്നെ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിനെയും പിന്നെ പുല്ലും അല്ലെ പൂങ്കനെയും നക്ഷത്രം ഒക്കെ ആരാ പഠിച്ചത്? അള്ളാണ്. അങ്ങനെയാണെങ്കിൽ ആ അള്ളാ എവിടെയാണ്? ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് അപ്പോൾ ഉറപ്പായിരുന്നു. ഞാൻ ചോദിച്ചങ്ങൾ എല്ലാരും മറുപടി പറയുന്നത്. ഇനി അറിയണവര് മാത്രം ഒന്ന് കൈവന്തിച്ചേ. നിങ്ങളെല്ലാരും നല്ല കുട്ടികളാട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. കൈ താഴ്ത്തിക്കോളൂ. എന്നാ അള്ള എവിടെയാണ്? ഏഴാൻ ആകാശം. ഏഴാൻ ആകാശം. വേറെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? എന്നൊരു കഥ പറയാൻ പോണട്ടോ. കഥ കഴിയുമ്പോ നിങ്ങള് എന്ത് ചെയ്യണം? ഇതിന് ശരി ഉത്തരം. ഇപ്പൊ എല്ലാരും പറഞ്ഞൊക്കെ കുറെയൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഫുള്ളായിട്ട് ശരി ഉത്തരം പറയണം ഒരു ദിവസം. എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ അള്ള എവിടെയാണ്? എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പിന്നെ വേറെണ്ടോ? പിന്നെ ഏഴാൻ ആകാശത്തിൽ അല്ലെ? അപ്പൊ രണ്ട് ഉത്തരം. പിന്നെ ജീവനാടിയേക്കാൾ അടുത്ത്. ഓക്കെ, ഗുഡ്. പിന്നെ പരലോകത്ത്. പിന്നെ സ്വർഗത്തില്. പിന്നെ പിന്നെ അപ്പൊ 3, 4 ഉത്തരങ്ങളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഏത് ഉത്തര ശരിയാണെന്ന് ഈ കഥ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? കിട്ടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. എന്തിനാ വന്നെന്നറിയോ? എന്താ പറഞ്ഞു? നബിയെ, എനിക്ക് ശ്രദ്ധിക്കണം. ഇവിടെ പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൺകുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടുത്തെ ആൺകുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. നബിയെ, ഞാൻ വന്നത് എനിക്ക് കുറെ ആടുകളുണ്ട്. എന്താണ്? ആടുകളുണ്ട്. അതിനെ നോക്കാന്. കുറെ ആടുണ്ടാവുമ്പോ അതിനെ നോക്കണല്ലോ. അതിന് വെള്ളം കൊടുക്കണം, അതേപോലെ തന്നെ അതിന് പുല്ല് കൊടുക്കണം, അതിന് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പൊ അതിനെ നോക്കാൻ വേണ്ടിയിട്ടും അതിനെ മേക്കാൻ വേണ്ടിയിട്ടും എനിക്കൊരു സ്ത്രീയുണ്ട് എന്ന് പറഞ്ഞ ഒരു അടിമ സ്ത്രീയുണ്ട്. ആരുണ്ട്? അതിനെ നോക്കാൻ. ഒരു ദിവസം ആ കൂട്ടത്തിന്ന് ഒരു ആടിനെ കാണാതായപ്പോ എനിക്ക് ദേഷ്യം വന്നു. എന്താ വന്നത്? ദേഷ്യം വന്നു. അപ്പൊ ദേഷ്യം വന്ന സമയത്ത് ഞാൻ ആ സ്ത്രീ, അത് നോക്കുന്ന സ്ത്രീ ഒന്നെ അടിച്ചു. എന്താ ചെയ്തത്? പാടുണ്ടോ? അടിക്കാൻ പാടുണ്ടോ? അടിച്ചു. അപ്പൊ നബി, എനിക്ക് എന്തോ ഒരു മനസ്സിൽ വല്ലാത്ത പ്രയാസം. ഞാൻ അവരെ ആരെ അടിച്ചത്? ആ സ്ത്രീ. ആരാണ് അടിച്ചത്? ഉടമസ്ഥൻ അല്ലെ? ആടുകളുടെ ഉടമസ്ഥൻ അല്ലെ? അപ്പൊ ഒരു ആട് പോയാല് പ്രശ്നം തന്നെ അല്ലേ? അപ്പൊ അത് വന്ന് പോയപ്പോ ദേഷ്യം കൊണ്ട് ആ അടിമ സ്ത്രീയെ അടിച്ചു. ആ ഉടമസ്ഥനെ, ആടിന്റെ ഉടമസ്ഥൻ, ആടുകളുടെ ഉടമസ്ഥൻ. എന്നിട്ട് നബിന്റെ അടുത്ത് വന്നത്, നബി, ഇപ്പൊ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ത്രീയെ മോചിപ്പിച്ചാലോ? ആ സ്ത്രീയെ, ഇപ്പോ ആ സ്ത്രീ ഇദ്ദേഹത്തിന്റെ അടിമയാണ്, ഇദ്ദേഹം പറയുന്ന പോലെയൊക്കെ ചെയ്യണം. അങ്ങനെ വെച്ചാൽ അതിനെ മോചിപ്പിച്ചാലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡിയാണ് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ആ സ്ത്രീയെ കൊണ്ടുപോവാ. ആ സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നപ്പോൾ നബി എന്താ ചെയ്തതെന്ന് അറിയാം? അവിടെ ഒരു 2 ചോദ്യം ചോദിച്ചു. എത്ര ചോദ്യം? 2 ചോദ്യം ചോദിച്ചു. ആ 2 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അതാ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം. ഏത്? ഐനല്ലാ. എന്താണ്? ഐനല്ലാ, അല്ലാഹു എവിടെ? എന്താ ക്വസ്റ്റ്യൻ? എന്താണ് ചോദിച്ചത് നബി? ഐനല്ലാ. എന്താ ചോദിച്ചത്? ഐന. അപ്പൊ ആ സ്ത്രീ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? നല്ല മറുപടി പറഞ്ഞത്. ശരിയായ
മറുപടി പറഞ്ഞു. അത് നമ്മൾ ലാസ്റ്റ് പറയട്ടോ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ ചോദ്യം നബി അവരോട് ചോദിച്ചു, പറയാൻ പറ്റും ആർക്കെങ്കിലും? ആർക്കോ മനസ്സിൽ ഇങ്ങനെ എന്തുണ്ട് പറയാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഉണ്ടോ? എന്താവും ചോദിച്ചിട്ടുണ്ടാവും നബി? ആ ആടിനെന്താ ചെയ്തത് ചോദിച്ചു. പിന്നെ 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 ആടെവിടെ ചോദിച്ചു. പിന്നെ നബി ചോദിച്ചത് ആ സ്ത്രീയോട് ഞാൻ ആരാണ് എന്നാണ്. ആരാ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് ചോദിച്ചു ഞാൻ ആരാണ്. അതെങ്ങനെ അറബി ചോദിക്കുക? നബി എങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? വെരി ഗുഡ്. ആരാണ്? മൻ അന. മോന്റെ പേരെന്താ? റൈഹാൻ. റൈഹാനാണ് ഉത്തരം പറഞ്ഞത്. എന്താ ചോദ്യം? മൻ അന, ഞാൻ ആരാ? രണ്ട് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐന അല്ലാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൻ അന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താവും ആ സ്ത്രീ കൊടുത്ത മറുപടി? എന്താവും? അൻത റസൂലുള്ളാഹ്, നിങ്ങൾ എന്താണ്? അള്ളാന്റെ പ്രവാചകനാണ്. ഒന്നാമത്തെ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്താവും? അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഫിസ്സമാ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫിസ്സമാ. അയിന അല്ലാന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി? ഫിസ്സമാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ 7 ആനാകാശത്തിനും അപ്പുറത്താണ് ആരുള്ളത്? അപ്പൊ അള്ള എല്ലായിടത്തും ഉണ്ടോ? ഉണ്ടോ? അള്ള എല്ലായിടത്തും ഉണ്ടോ? ഉണ്ടോ? അള്ള എല്ലായിടത്തും ഉണ്ടോ? അപ്പൊ 7 ആകാശത്തിന് അപ്പുറത്ത് എന്ന് പറഞ്ഞത് എന്താ? യെസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിനും അപ്പുറത്താണ്. എന്നാൽ അള്ള ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താ? അള്ളാഹു എല്ലാം കാണുന്നു, അള്ളാഹു എല്ലാം അറിയുന്നു, അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അള്ള എവിടെ? 7 ആകാശത്തിനും അപ്പുറത്ത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താൽ അള്ളാഹ് കാണും, അള്ളാഹ് അറിയും. നമ്മളെ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ അള്ളാഹ് അറിയും. ഇപ്പൊ ചില ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ചില വിചാരങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? അപ്പൊ ഒരു വിചാരം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഇല്ല. അപ്പൊ നമ്മളെ മനസ്സിലുള്ളതൊക്കെ ആരറിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അപ്പൊ അള്ളാഹ് എവിടെ? 7 ആകാശത്തിനും അപ്പുറത്ത്. പക്ഷെ അള്ളാഹു എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു എന്നൊക്കെ നമ്മളോട് അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റെഡി? ശരി. അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ച അയിന അല്ലാഹ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഫിസ്സമാ എന്ന് പറയണം കേട്ടോ. എന്ന് പറഞ്ഞാൽ 7 ആകാശത്തിനും അപ്പുറത്ത്. ഇനി എല്ലായിടത്തും ഉണ്ട് അള്ളാഹ് എന്ന് നിങ്ങൾ പറയോ? ഇല്ല. ശരി. അപ്പൊ ഈ ഒരു അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിനും അപ്പുറത്താണ് എന്നുള്ളത് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചോ? നിങ്ങളെ വലത് കൈ എടുത്തോ, എന്നിട്ട് ഒന്ന് ഇവിടെ വെച്ചേ, ഇടത് ഭാഗത്ത് വെച്ചേ. ഇനി ഇത് നമ്മൾ മറക്കുവോ? അള്ള എവിടെയാണ്? ഇതിപ്പോ നമ്മൾ വെച്ച നമ്മളെ മനസ്സിക്ക് വെച്ചതാണ് കേട്ടോ. ഫിസ്സമാ. അല്ലാഹ് ഫിസ്സമാ. ഇനി ആര് ചോദിച്ചാലും നമ്മൾ മറുപടി പറയും കേട്ടോ. ഇത് നമ്മൾ മനസ്സിൽ വെച്ചു കേട്ടോ. ശരി. ഒന്നാമത് മനസ്സിൽ വെച്ച്. ഇനി രണ്ടാമത്തേത് മനസ്സിൽ വെക്കാനുള്ള എന്താണെന്നറിയോ? അറിയോ? സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയുന്നവരല്ലേ എല്ലാവരും? എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ ഒന്നിച്ച് ഓതാനുള്ള ഒരു സമയമാണ് ഇപ്പോട്ടോ. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അഊദുമ തുടങ്ങി ആമീൻ വരെ നിങ്ങൾ ഓതി തീർക്കണം. തുടങ്ങലെന്നാ? റെഡി അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്.
എല്ലാവരും നല്ല ഉഷാറായിട്ട് ഓതിയിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളുമാണ് അല്ലേ? യെസ്. ഇനി ഫാത്തിഹയിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ നല്ല കുട്ടികൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്ര പേരുണ്ട്? എണ്ണിക്കോളട്ടോ. ആരും എടുത്ത് പറയാൻ നിൽക്കണ്ട. ഇങ്ങനെ ആയത്ത് ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഒരു മിനിറ്റ് നിങ്ങൾ എടുത്തോളൂ, എന്നാലും പ്രശ്നമില്ല. 10 മിനിറ്റ് ഒക്കെ പറഞ്ഞ പ്രശ്നം. ഒരു മിനിറ്റ് എടുത്തോളി, എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ പറയാൻ പറ്റുള്ളൂ കേട്ടോ. തുടങ്ങിക്കോളി. ബിസ്മി മുതൽ അങ്ങനെ തുടങ്ങിക്കോളി. ഒന്നര മിനിറ്റ് ആയിക്കോട്ടെ. ഒരു അര മിനിറ്റ് കൂടി എടുത്തോളി. സ്റ്റോപ്പ്. 2.5 മിനിറ്റ് ആയിക്കണം കേട്ടോ. എത്ര? 2.5 മിനിറ്റ്. ഇനി നോക്കട്ടെ. ഞാൻ ചോദിക്കാമല്ലോ ഓരോരുത്തർ. ഇങ്ങനെ പ്രശ്നമില്ലല്ലോ? ഇല്ലല്ലോ? അല്ലെങ്കിൽ വേണ്ട. ഗേൾസ് ഒന്നിച്ചൊന്ന് പറഞ്ഞ എത്രണ്ണം കിട്ടിയെന്ന്? 5 എണ്ണം കിട്ടി. 8 എണ്ണം കിട്ടി. ആയത്തുകളെ എണ്ണം ആരും എണ്ണിട്ടില്ലല്ലോ അല്ലെ? അള്ളാന്റെ പേരനല്ലേ? എന്നാ ബോയ്സ് ഈ ഭാഗത്തുള്ളവരെന്ന് പറഞ്ഞേ. യെസ്. നീ ഈ ഭാഗത്തുള്ളവര് 6 എണ്ണം. പഠിച്ചോന് ഫാത്തിഹന്നല്ലേ നമ്മൾ ഓതിയത്? എന്നാ ശരി. 7 പറഞ്ഞ ആളൊന്ന് എണീറ്റുന്നേ നോക്കട്ടെ. 7 ഏതാ നോക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയിലത്താണ് കേട്ടോ. അന്നൊന്ന് പറഞ്ഞേ ഏതൊക്കെയാ പഠിച്ചോന്റെ പേരുകള്? നിന്നോരിക്കരുതേ. നിനക്ക് ഒരു മിനിറ്റ്. ഇവിടെ അറഹ്മാൻ, പിന്നെ അർറഹ്മാൻ, പിന്നെ അർറഹീം, മാലിക്. സൂറത്തുൽ ഫാത്തിഹയിലുള്ളതാണ്. പഠിച്ചോന് കുറെ പേരുകളുണ്ട്, പക്ഷെ സൂറത്തുൽ ഫാത്തിഹയില ഇഞ്ഞുണ്ടോ? ആലമീനൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഓരോന്ന് 2 എണ്ണിയോ? 3 പറഞ്ഞവരുണ്ടോ? ഉണ്ടോ? ഏതൊക്കെ? യെസ്. എല്ലാരും ഇരിക്കും. നമുക്കൊന്ന് നോക്കിയേക്കാം. റെഡി അല്ലേ? അല്ലെങ്കിൽ ഇതൊരു കാര്യം ചെയ്തോളൂ. ഇന്ന് നിങ്ങൾ കളിച്ചങ്ങാടെ കഴിഞ്ഞിട്ട് ഇത് നിങ്ങളൊന്ന് നോക്കിക്കളി. സൂറത്തുൽ ഫാത്തിഹ എല്ലാരും കാണാൻ പഠിച്ചല്ലേ? എത്ര വട്ടം ചൊല്ലുന്നുണ്ട് ഒരു ദിവസം? 17 തവണ നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ട്. അതല്ലാത്ത വേറെ ഉണ്ട്. അപ്പൊ കുറെ ഉണ്ടാവും. അപ്പൊ നിങ്ങള് ഒന്നാമത് ചെയ്യേണ്ടത്, നിങ്ങളെ കയ്യിൽ നോട്ടും പെൻസിലൊന്നും ഇല്ലല്ലോ? നിങ്ങളെ മെമ്മറിയിൽ വേണം ഇന്നത്തെ നമ്മളെ ഹോംവർക്ക്. കളിച്ചങ്ങാടൻ കഴിഞ്ഞ് പോയിട്ടുള്ള ഇന്നത്തെ ഫസ്റ്റ് ഹോംവർക്ക് എന്താ? സൂറത്തുൽ ഫാത്തിഹ എടുക്കുന്നു. എന്നിട്ട് അള്ളാന്റെ നാമങ്ങൾ നമ്മളൊന്ന് എണ്ണി നോക്കുന്നു. റെഡി അല്ലേ? അത് റെഡി ആയവരൊന്നിങ്ങനെ ഉറക്ക വലത് കഴിയുന്നു, അങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട്. റെഡി ആയവര് മാത്രം മതിയെ. വീട്ടിൽ പോയാൽ നോക്കണ്ടേ കേട്ടോ. ഈ ഇടത് കൈ പൊന്തിച്ചവര് നോക്കൂലെന്നാ. റൈറ്റ് ഇതാണ് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഹോംവർക്ക് കിട്ടിയ ഇനി വൈകുന്നേരം വരെ എങ്ങനെ 1, 2, 3 ഹോംവർക്കുകൾ ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ഹോംവർക്ക് കൈ താഴ്ത്തിക്കൊള്ളു. സൂറത്തുൽ ഫാത്തിഹ തുറന്നിട്ട് അള്ളാന്റെ എത്ര നാമങ്ങൾ ഉണ്ട് നോക്കുന്നു. എന്നിട്ട് അത് എവിടെ നിങ്ങൾ എഴുതി വെക്കുക? ഒന്ന് ബ്രെയിന്റെ ഉള്ളിൽ എഴുതും. പിന്നെ എവിടെ എഴുതാ? നമ്മളെ ഡയറിയിലോ നോട്ട് ബുക്കിലോ ഒക്കെ ഒന്ന് എഴുതി വെക്കണേ. ശരി. അപ്പൊ അതാണ്. ഇനി ഇതിന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാരും പറഞ്ഞ 2 നാമങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നാമം. ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ
അർ-റഹ്മാനി റഹീം. എന്താ ഈ റഹ്മാൻ അർ-റഹീം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയോ? റഹ്മാന് കാരുണ്യവാൻ, റഹീം കരുണാനിധി. എന്താണ് ഇതുകൊണ്ട് നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ചത്? എന്താ അർ-റഹ്മാൻ അർ-റഹീം? അള്ളാഹുവിന്റെ എത്ര കാരുണ്യം ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഭൂമിയിൽ? അല്ലെങ്കിൽ ടോട്ടലി അള്ളാഹിന്റെ കാരുണ്യം എത്രയാണ് പറയാൻ പറ്റുമോ? ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ്, അല്ലേ? ശരിയല്ലേ? റഹ്മാനാണ്, റഹീമാണ്. അള്ളാഹ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസ്സമാ, അല്ലേ? ഇനി നമ്മൾ പറയുന്നത് അർ-റഹ്മാന് അർ-റഹീം. ശരി, പടച്ചോ നമുക്ക് കുറെ കാരുണ്യവും ചെയ്ത് തന്നിട്ടുണ്ട്. കുറെ കാരുണ്യം ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചുക്കണോ? വീട്ടിൽ കോഴികളുള്ള എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ? വീട്ടിൽ കോഴി, കോഴി ഏതാന്ന് ചോദിച്ചിട്ടില്ല. കോഴികളുണ്ട്. കൈ താഴ്ത്തിക്കോളി. അപ്പൊ ഈ കോഴികളെ നിങ്ങൾ ശ്രദ്ധിച്ചുക്കണോ? ഈ തള്ളക്കോഴി ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവൂലേ, അവരെങ്ങനെ എവിടെ വെക്കലുണ്ടെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോ കാണും തള്ളക്കോഴി മാത്രമേ ഉള്ളൂ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ കാണാം ചിറകിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ 1, 2 കണ്ടോ? നല്ല രസമല്ല അങ്ങനെ കാണാന്, അല്ലേ? എന്തിനാ അങ്ങനെ വെക്കുന്ന ആ തള്ളക്കോഴി? കുട്ടികൾക്ക് ഒന്ന് ചൂടുണ്ടാനും, പിന്നെ സംരക്ഷിക്കാനും. പൂച്ച വരുമ്പോഴും കാക്ക വരുമ്പോഴും പരുന്ത് വരുമ്പോഴും ആ തള്ളക്കോഴിക്ക് ചെറിയ കുഞ്ഞിക്കോഴികളോട് സ്നേഹമാണോ അതല്ല ദേഷ്യമാണോ? അല്ലെ, സ്നേഹം കൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്, അല്ലെ? ആ കാരുണ്യം, അല്ലെ, കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന തള്ളക്കോഴിയുടെ കാരുണ്യം അത് ആര് കൊടുത്തതാ? അള്ളാഹു കൊടുത്തത്. നമ്മളമ്മ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹല്ലേ, അതെങ്ങനെയാ സ്നേഹം? നിങ്ങളൊന്ന് പറഞ്ഞേ. പറയും വേണ്ട, അത്രയും സ്നേഹമാണ്, അല്ലേ? പിന്നെ എങ്ങനെ? ശരി, ഉമ്മ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് ആര് കൊടുത്തതാ? അള്ളാഹ് കൊടുത്തതാ, അല്ലെ? ഉമ്മക്ക് നമ്മളോട് നല്ല ഇഷ്ടല്ലേ? യെസ്. എന്നാൽ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഞാനൊരു സംഭവം പറയാൻ പോകുന്നു കേട്ടോ. അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന കാരുണ്യത്തിന്റെ വലുപ്പം നമുക്കൊന്ന് അറിയണ്ടേ? ഒരു ദിവസേ നമ്മളെ തമിഴ്നാടില്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ട്രെയിൻ ഇങ്ങനെ കേരളത്തിലേക്ക് വരികയാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോ നല്ല മഴയാണ്. എന്താണ്? നല്ല മഴയാണ്, പെരും മഴയാണ് പുറത്ത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോ വെള്ളം ഉള്ളിക്ക് കടക്കണ്ട വിചാരിച്ചിട്ട് എന്ത് താഴ്ത്തിയിടും? ഷട്ടറുകളൊക്കെ, അല്ലെ, അതിന്റെ ജനലിന്റെ വാതിലുകളൊക്കെ ഇങ്ങനെ അടച്ചിടും, താഴ്ത്തിക്കിടും, അല്ലെ? അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? കാരണം നല്ല മഴയാണ്. മഴ കണ്ടപ്പോ എല്ലാ യാത്രക്കാരും ഷട്ടറൊക്കെ താഴ്ത്തി ഇങ്ങനെ ഇരിക്കാണ്, ഉള്ളിക്ക് വെള്ളം കിടക്കാതിരിക്കാൻ. അപ്പോ നിങ്ങളൊക്കെ അതേ വലുപ്പത്തിലുള്ള ഒരു മോന്, ഒരു ആൺകുട്ടി, അവന്റെ ഭാഗത്തുള്ള ഷട്ടർ താത്തിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്ക? വെള്ളം ഉള്ളിക്ക് വരും, അല്ലെ? വെള്ളം ഉള്ളിക്ക് വരുന്ന മാത്രല്ല, ഇപ്പൊ കാട്ടിനെന്താ വെച്ചാൽ ജനലിന്റെ ഉള്ളിൽ കൂടെ കയ്യിട്ടിട്ട് നമ്മള് മഴ പെയ്ത എന്താ കാട്ടില് വെള്ളം ഇങ്ങനെ ഇങ്ങനെ അല്ലെ, നമ്മള് വീട്ടിന്റെ ഉള്ളിലാച്ച് വീട്ടിന്റെ അവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിട്ട് ഇങ്ങനെ കയ്യി എത്തിപ്പിടിച്ച് ഇങ്ങനെ ഇട്ടില്ലേ എന്ന പോലെ ഇവൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കാട്ടുകയാണ്. അപ്പൊ വെള്ളം ഉള്ളിക്ക് വരുമോ പുറത്തേക്ക് പോവോ? ഉള്ളിക്ക് വരും. ഇവന്റെ മേൽ മാത്രമേ നനയൂ അതോ ബാക്കി ഇവന്റെ ഒപ്പമുള്ളവരെ നനയോ? ഒപ്പമുള്ളവരെ നനയും. ഒപ്പമുള്ളവരെ നനഞ്ഞാൽ അവര് വെറുതെ ഇരിക്കുവോ? എന്താ ചെയ്യാ? ചീത്ത പറയും, ദേഷ്യപ്പെടും, അല്ലെ? അപ്പൊ ഇവർക്ക് അടുത്തിരിക്കുന്ന ആൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, അല്ലെ, യാത്രക്കല്ലേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അതിൽ നനയെ ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ അടുത്തുള്ള ആളുകൾ എന്ത് ചെയ്തു? അവനെങ്ങനെ കുറ്റപ്പെടുത്തി, ചീത്ത പറഞ്ഞു. എന്നിട്ടും അവൻ എന്ത് ചെയ്യ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്ത് ആരുണ്ട്? അവന്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. പക്ഷെ ഉമ്മയും ഉപ്പയൊന്നും ഒന്നും ഇവനോട് പറയുന്നില്ല. ഇത് കണ്ടപ്പോൾ ആർക്ക് ദേഷ്യം വന്നു? ഈ ശരീരത്തിൽ വെള്ളം വരുന്ന ആളുകളുണ്ടല്ലോ, അവര് ചീത്ത പറയും. പക്ഷെ ഉമ്മയും ഉപ്പയും ഇവനോട് വേണ്ടാന്ന് പറയുന്നില്ല. അപ്പൊ ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവരെന്ത് ചെയ്തു? ആ ഉമ്മനെയും ഉപ്പനെയും ചീത്ത, എന്താ നിങ്ങളെ കുട്ടി ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളെന്താ ഒന്നും മിണ്ടാതിരിക്കണേ, ഞങ്ങളെ ശരീരത്തിലൊക്കെ വെള്ളമാകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാകാൻ തുടങ്ങി.
ചൂടാകാൻ. അപ്പൊ ആ ഉമ്മയിപ്പ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? അതാണ് കേൾക്കേണ്ടത് കേട്ടോ, അതാണ് കേൾക്കേണ്ടത്. ആ ഉമ്മയിപ്പ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? ആ കുട്ടിക്ക് നിങ്ങളൊക്കെ എത്ര വലുപ്പമുള്ള കുട്ടിയാണ് കേട്ടോ, ഒരു 10 വയസ്സോ 11 വയസ്സോ 12 വയസ്സോ അങ്ങനെ ഒരു റേഞ്ചിലുള്ള ഒരു കുട്ടിയാണ്. അമ്മ ഇപ്പൊ എന്താ മറുപടി പറഞ്ഞറിയോ? ഞങ്ങൾ വരുന്നത് എവിടുന്നാന്ന് അറിയോ നിങ്ങൾക്ക് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഞങ്ങളിപ്പോ വരുന്നതേ ഒരു കണ്ണാശുപത്രിയിൽ നിന്നാണ്. എവിടുന്നാണ്? ഒരു കണ്ണാശുപത്രിയിൽ നിന്നാണ്. എവിടുന്നാണ്? കണ്ണാശുപത്രിയിൽ നിന്നാണ്. ഞങ്ങളെ മോനുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്ന്. ആ മോന് ജന്മന കണ്ണ് കാണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറെ മാസങ്ങളായിട്ട് ഒരു കണ്ണോസ്പിറ്റലിൽ പോയി അവിടുന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരികയാണ്. ഞങ്ങളെ മോനെ ആദ്യമായിട്ടാണ് എന്ത് കാണുന്നത്? അല്ലെ, കണ്ണ് കാണാത്ത ആൾക്ക് ഇതിങ്ങനെ കേൾക്കൂല്ലേ? ചിലപ്പോ കണ്ണ് കാണാത്തൊരു കേൾക്കുന്നുണ്ടാവും മഴ പെയ്യുന്ന സൗണ്ട്. പക്ഷെ മഴ എന്താന്ന് പറഞ്ഞാൽ അവനക്ക് കണ്ടിട്ടുണ്ടോ ഇതുവരെ? അപ്പൊ ഞങ്ങളെ മോനെ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്? മഴ കാണണം. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതാണ് ഞങ്ങളൊന്നും പറയാത്തത് എന്ന് ആര് പറഞ്ഞു? ആ ഉമ്മ പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യമായി മഴ കാണുന്ന ഒരു കുട്ടിയാണ് ആര്? ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്ന കുട്ടി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കണ്ണ് കാണാത്തവരെ കുറിച്ചിട്ട്? ആലോചിച്ചിട്ടുണ്ടോ? അവര് ആകാശം കണ്ടിട്ടുണ്ടാവില്ല, ഭൂമി കണ്ടിട്ടുണ്ടാവില്ല, നല്ല എത്ര സംഗതികളുണ്ട്. ഉമ്മാനെ കണ്ടിട്ടുണ്ടാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഭൂമിയിൽ ആരാ? അള്ളയും നബിയും കഴിഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരാ? ഉമ്മയാണ് അല്ലെ. ആ ഉമ്മാന്റെ മുഖം ഉമ്മാനെ കാണാത്ത എത്ര കുട്ടികൾ നമ്മളിവിടെ ഉണ്ട് അല്ലേ? അപ്പോ പടച്ചോ ഞമ്മക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 കണ്ണ് തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? ഇന്നൊന്ന് പറഞ്ഞാലേ മനസ്സിൽ പടച്ചോനെ അൽഹംദുലില്ലാന്ന്. കാരണം ആ കണ്ണ് ഇല്ലെങ്കിലേ നമ്മക്ക് അതിന്റെ വില അറിയുള്ളൂ. അതാരെ കാരുണ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. ഇങ്ങനെ നോക്കിയേക്കും നമ്മളെ കയ്യ്, നമ്മളെ കാല്, കൈകളും കാലുകളും ഇല്ലാത്ത, നടക്കാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ട്? ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ കണ്ടുകണോ? നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാ പറയണത് അല്ലേ? സംസാരിക്കാൻ കഴിയാത്ത എത്ര ആളുണ്ട് അല്ലേ? ശരി, അപ്പോൾ അള്ളാഹ് ആരാണ്? കരുണാമയനാണ്. നമ്മളോട് അള്ളാഹ് വല്ലാതെ കാരുണ്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടൊരു പാട്ട് ഞാൻ പാടാൻ പോകുന്നു കേട്ടോ. നിങ്ങൾ കേട്ട ഒരു പാട്ടാണ്. കേട്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് ഒന്നിച്ചൊപ്പം ചൊല്ലും വേണം. റെഡി അല്ലേ? മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? കരുണ തരും കരുണാമയനാണല്ലാഹു. നിങ്ങൾ കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ലേ? കുറച്ച് ആൾക്കാരും കേട്ടമരുത്തുണ്ട് ഇല്ല? ഇന്നത് നിങ്ങൾ കേൾക്കണോ? ഓക്കെ, ഗുഡ്. ഇന്നത് നിങ്ങൾ കേൾക്കും വേണം, പഠിക്കും വേണം. ഞാൻ ഫസ്റ്റ് ഭാഗമൊക്കെ ഞാൻ അങ്ങനെ പാടിപ്പോകും. 2ാമത്തെ ഭാഗം നിങ്ങളാണ് പാടേണ്ടത്. അപ്പൊ ആ 2ാമത്തെ ഭാഗം എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ? അത് നിങ്ങൾ പഠിച്ചേക്കണം. ഒന്നുകൂടി നോക്കിക്കോളിയും. ഫസ്റ്റ് ലൈനാ ഞാൻ പാടുക. 2ാമത്തെ ലൈൻ ഇനി മുതൽ നിങ്ങളാ പാടേണ്ടത്. നോക്കിക്കോളിയും. ഏതാ നിങ്ങൾ പാടേണ്ട ലൈനെന്ന് ഞാൻ പറഞ്ഞുതരാം. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? ഇനിയുള്ള ലൈനാണ് നിങ്ങൾ പാടേണ്ട. ശ്രദ്ധിച്ചോളിയും. കരുണ തരും കരുണാമയനാണല്ലാഹു. ചൊല്ലി. കരുണ തരും കരുണാമയനാണല്ലാഹു. ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ഒന്ന് ചൊല്ലിക്കാൻ നോക്കിട്ടെ. കരുണ തരും കരുണാമയനാണല്ലാഹു. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? കരുണ തരും
പെൺകുട്ടികളെ ഭാഗത്തു നിന്നാണോ ശബ്ദക്കുറവ് എന്നൊരു സംശയമുണ്ട്. ആണോ 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 ആണോ? എന്നാ നോക്കി ഒന്നുകൂടി. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? കരുണാമയനാണല്ലാഹു. കരുണ തരും കരുണാമയനാണല്ലാഹു. പൂവുകളിൽ പറവകളിൽ ഭംഗി നിറച്ചതുമാരാണ്? കരുണാമയനാണല്ലാഹു. പൂവുകളിൽ പറവകളിൽ ഭംഗി നിറച്ചതുമാരാണ്? കരുണാമയനാണല്ലാഹു. പൊതുമഴയും കുടിനീരും വെറുതെ നൽകിയതാരാണ്? ചില മഹാന്മാരും മഹതികളും കേട്ട് നല്ലവണ്ണം ആസ്വദിക്കുന്നുണ്ട് പാടാതെ. അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാർ മാത്രം, ആദ്യം ബോയ്സ് മാത്രം ഒന്ന് എന്ത് ചെയ്യണം, പാടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗേൾസിന് അവസരം കൊടുക്കാം. അപ്പൊ ആരാ നല്ല ശബ്ദത്തിൽ ചൊല്ലുന്നതെന്ന് നോക്കൂട്ടോ. അപ്പൊ ഒന്ന് നേരെ ഇന്നലെ ശരി, റെഡി ആയിന്നല്ലേ, ഒന്ന് ഒരുങ്ങി ഇന്നലെ. ശരി. പുതുമഴയും കുടിനീരും വെറുതെ നൽകിയതാരാണ്? കരുണ തരും. ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ നല്ല ശബ്ദമുണ്ട്. ഇനി ഗേൾസ് കുറച്ച് നിങ്ങളെക്കാൾ കുറച്ച് കുറവാണ്. അപ്പൊ ചെറിയൊരു ശബ്ദക്കുറവുണ്ടാവും, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിലുള്ള ഗേൾസും ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. നിങ്ങൾക്കാണ് ഇനിയുള്ള അവസരം കേട്ടോ. റെഡി അല്ലേ? പൂവുകളിൽ പറവകളിൽ ഭംഗി നിറച്ചതുമാരാണ്? കരുണ തരും. ശരി, ഇനി ഒന്നിച്ചിട്ടാണ്. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? പൂവുകളിൽ പറവകളിൽ ഭംഗി നിറച്ചതുമാരാണ്? പുതുമഴയും കുടിനീരും വെറുതെ നൽകിയതാരാണ്? അമ്പിളിയും താരകളും വിണ്ണിൽ തൂക്കിയതാരാണ്? അമ്പിളിയും താരകളും വിണ്ണിൽ തൂക്കിയതാരാണ്? മാഷാ അല്ലാ. ഇനി ചാടി എണീക്കാനുള്ള ഒരു അവസരമാണ്. ഖും. ആരും വീണിട്ടൊന്നുമില്ലല്ലോ അല്ലെ? നിങ്ങളെല്ലാരും നല്ല കുട്ടികളാണ്. ശരി, ഇനിയേ ഇപ്പൊ നിങ്ങൾ എത്രാമത്തെ ലൈനാ ചൊല്ലിയത്? രണ്ടാമത്തെ ലൈനിൽ ഇപ്പൊ നിങ്ങൾ ചൊല്ലിയത്. ഞാൻ ഫസ്റ്റ് ചൊല്ലും, നിങ്ങൾ ഇങ്ങോട്ട് ചൊല്ലും അല്ലേ? ഇനി നമുക്കൊന്ന് തിരിച്ചാക്കിയാലോ? പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. നൈജലിസ് ഇരിക്കും. നോക്കാം ആരാണ് ഉഷാറെന്ന് നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഇത്ര നേരം ഇങ്ങനെ സുഖമായിട്ട് കരുണ അല്ലെ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. എനിക്കുണ്ടാവില്ല അള്ളാഹിനെ കുറിച്ച് അങ്ങനെ പാടാൻ പൂതി, അതുകൊണ്ട് ഇനി ഞാനത് ചൊല്ലാം. നിങ്ങൾ എന്ത് ചെയ്തോളി, തുടങ്ങല്ലെന്നാ. റെഡി, 1. ഫസ്റ്റ് ഏതാ നിങ്ങൾ ചൊല്ലും? മുന്തിരി മാമ്പഴോ ഏതാണ്?
മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയത് ആരാണ്? ശരി, റെഡി, 1 2 3 സ്റ്റാർട്ട്. കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. പൂവുകളിൽ കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. അടുത്തതേതാ? വിണ്ണിൽ കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. ഒന്നുകൂടി. പുതുമഴയും കുടിനീരും വെറുതെ നൽകിയതാ. കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. ഓക്കെ, രണ്ടാമത്തെ ഹോംവർക്ക് എന്താന്ന്? ഒന്നാമത്തെ എന്തായിരുന്നു, മറന്നോ? എന്താ? സൂറത്തുൽ ഫാത്തിഹയിലെ അള്ളാന്റെ നാമങ്ങൾ. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഈ പാട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ ചെന്നിട്ട് മിനിമം ഒരു 5 ആൾക്ക് ചൊല്ലിക്കൊടുക്കണം. 5 കുറയാൻ പാടില്ല. എത്ര ആള്? പ്രശ്നമുണ്ടോ? ആള് കുറവൊന്നുമില്ലല്ലോ നമ്മളെ വീട്ടിലുണ്ടോ? ആള് കുറവുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് നമ്മളെ കുടുംബക്കാർക്കൊക്കെ ചൊല്ലിക്കൊടുത്തോളൂ. എത്രയാണ്? എത്ര ആൾക്കാ? മിനിമം 5 എത്രയും കൂടാട്ടോ. 5 എത്രയും കൂടാ. 5 കുറയാൻ പാടില്ല. റെഡിയാണോ? റെഡി. അവർ 2 കൈ ഒന്ന് പൊന്തിക്കണം. 5 കുറവാണ്, 5 കൂടാ. യെസ്, എന്നാ താഴ്ത്തുകളൂ. ഓക്കെ, നല്ല കുട്ടി. ഇത് ഈ പാട്ട് നമ്മൾ ഒന്നിച്ച് പാടിയിട്ട് ആ ഭാഗം എന്ത് ചെയ്യാണ്? ക്ലോസ് ചെയ്യാണ്. ഓക്കെ, യെസ്. എന്നാ എണീറ്റ് എന്നിട്ട് പാടാം നമുക്ക്. എന്നിട്ട് ഇരിക്കട്ടോ, നല്ലൊരു ഉഷാറ് കിട്ടുന്നുള്ളൂ. മുന്തിരിയും മാമ്പഴവും നമുക്കായി കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. പൂവുകളിൽ ഭംഗി നിറച്ചതുമാരാണ്? കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. അമ്പിളിയും താരകളും വിണ്ണിൽ തൂക്കിയതാരാണ്? പുതുമഴയും കുടിനീരും വെറുതെ നൽകിയതാരാണ്? കരുണാമയനാണല്ലാഹു. കരുണ തരും കരുണ തരും കരുണാമയനാണല്ലാഹു. എല്ലാം ചൊല്ലിയ കുട്ടികൾക്ക് ഇരിക്കാം. എല്ലാരും ചൊല്ലിയിട്ടുണ്ടാവും. ശരി, അപ്പൊ 2 ഹോംവർക്കാ കിട്ടിയത്. നമ്മൾ പറഞ്ഞത് അള്ളാഹു ആണ് എല്ലാം പടച്ചത്. അള്ളാഹു എവിടെയാണ്? ഫിസ് സമാ. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. അതിനുള്ളൊരു പാട്ടാണല്ലേ, അള്ളാഹ് കാരുണ്യവാനാണ് എന്നുള്ളൊരു പാട്ടും നമ്മൾ പഠിച്ചു. 2 ഹോംവർക്ക്. 1 സൂറത്തുൽ ഫാത്തിഹ, 2 5 ആൾക്ക് ഈ പാട്ട്. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ ഞാൻ നിർത്തിപ്പോവും അല്ലേ? ഞാൻ നിർത്തും കേട്ടോ. എന്താന്നറിയോ? അള്ളാഹു ഫിസ്സമാ, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. ഇനി ഒറ്റൊന്നും കൂടിയേ പറയുന്നുള്ളൂ കേട്ടോ. പറയട്ടെ. അള്ളാഹു അലീമാണ്. ആരാണ്? അലീം. ആരാണ്? അലീം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരാ പറയാ? സൃഷ്ടാവല്ല, പിന്നെ അലീം. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ തീർക്കൂട്ടോ. അതും കൂടി നമ്മൾ ഇവിടേക്ക് കയറ്റി വെക്കാനുള്ളതാണ്. എല്ലാം അറിയുന്നവനാണ് ആര്? അള്ളാഹു. അതാണ് അലീം കേട്ടോ. ശരി, ലാസ്റ്റ് ആണ്. നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നിട്ടേ
നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ സോഫമൊക്കെ കാലും കയറ്റിയിട്ട് ചാനൽ ഇങ്ങനെ തുറന്നിട്ട് കാണാൻ പാടില്ലാത്തത് കാണുമ്പോൾ എല്ലാം അറിയുന്നവനായ അല്ലാഹു അറിയുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉമ്മ പോകുമ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് കുറച്ച് ക്യാഷ് തന്നിരുന്നു, ബാക്കി ഉണ്ടാവും കൊണ്ടുവരണേന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ തിരിച്ചു കയറി വരുമ്പോൾ ബാക്കി നമ്മളെ കയ്യിലില്ല. എന്തോ നല്ല കാര്യം തന്നെയാണ് ചെയ്തത്, എന്തോ വേറെന്തോ ചെയ്തതാണ്. ചോദിച്ചു ബാക്കി എവിടെയാണ്? ബാക്കിയോ? അതൊക്കെ സ്കൂളിൽ തന്നെ കൊടുത്തില്ലേ എന്നിങ്ങനെ ചെറിയതാണ് എന്ന് നമുക്ക് തോന്നുന്ന കളവ് ആര് കാണുന്നു? അല്ലാഹു കാണുന്നു. സ്കൂളിൽ എത്തിയപ്പോൾ അടുത്തിരിക്കുന്നവന്റെ ബാഗിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് ഇപ്പുറത്തുള്ളവന്റെ ബാഗിലിട്ടു. നമ്മൾ എടുത്തിട്ടില്ല, അവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ടാ. പുറത്തുള്ള ആളെ ബാഗിലിട്ടു. ഈ പാവം ഇവന് ടീച്ചർ പറഞ്ഞു പെൻസിൽ എടുത്ത് അടയാളപ്പെടുത്തി. ഇപ്പം തെരച്ചിൽ എന്നെ നമ്മളതിങ്ങനെ കണ്ടിങ്ങനെ ചിരിക്കാം. ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആരറിഞ്ഞോ? അള്ളാഹ് അറിഞ്ഞു. ഇങ്ങനെ നമ്മൾ ചെയ്യണ ഫുൾ കാര്യങ്ങളും ആരറിയുന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇവിടെ കയറ്റി വെച്ചോ. അപ്പൊ ഞമ്മള് അള്ളാഹ് അറിയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അള്ളാഹ് അറിയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അല്ലാഹു അലീമാണ് എന്ന് നമ്മളെ മനസ്സിലൊന്നുണ്ട് ഉറപ്പിച്ചളയും. അല്ലാഹു അലീമാണ്. അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്, എല്ലാം മനസ്സിലുള്ളത് പോലും അറിയുന്നവനാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. നിർത്തുന്നതിന് മുമ്പ് നമ്മളിപ്പോ ഈ പറഞ്ഞതിൽ നിന്നൊരു 2 ചോദ്യം 2 ആളോട് ചോദിക്കുന്നുണ്ട്. ഒന്ന് റെഡി ആയിരിക്കും. 2 ആളോടെ ചോദിക്കുന്നത് കേട്ടോ. ശരി, ഒന്നാമത്തെ എന്താണെന്നറിയോ? ആദ്യം ആളെ പറയാം, അതിൽ നല്ല. എന്നിട്ട് നീ ആയിക്കോട്ടെ. വന്നിട്ട് നിന്റെ പേരെന്താ? ഷിഹാൻ. ഷിഹാൻ നല്ല പേരാണ്, ഷിഹാനാണ്. ഇതിന് മറുപടി പറയാം. എന്താ ചോദ്യം എന്നറിയോ? സംഗതി ഈസി ആവട്ടോ. നിങ്ങളും ചോദിക്കും ഷിഹാന്റെ പേര് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നബി എനിക്ക് കുറെ ആടുകളൊക്കെ ഉണ്ട്, ഞാൻ ആ സ്ത്രീയെ അടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ ആള് ആ സ്ത്രീയെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നബി കൊണ്ടുവന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഐനല്ലാ എന്നായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ മതി, പ്രശ്നമല്ല. അവനറിയാം, അവന്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ അതിന്റെ അടുത്തിരിക്കുന്ന ആളോട് ഹെൽപ്പ് ചോദിക്കാം. ആൾക്കറിയാം മനസ്സിലുണ്ട്, അതെങ്ങനെ വരാത്തോണ്ടാവും. ഒന്ന് പറഞ്ഞെടുത്തല്ലേ. എന്തായിരുന്നു? അയിനല്ലാന്ന് ചോദിച്ചു. അല്ല എവിടെയാണെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി. രണ്ടാമത്തെ എന്താ ചോദിച്ചില്ലേ? ഞാൻ നബി ചോദിച്ചില്ലേ ഞാൻ? വെരി ഗുഡ്. ഷഹീൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു ഞാൻ ആരാണ് എന്നാ. അപ്പൊ എന്താ പറഞ്ഞത്? അന്ത റസൂലുള്ളാഹ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഷഹീൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണ്. രണ്ടാമത്തേത് ഒരു ഗേളിനോടായിക്കോട്ടെ. മോളെ പേരെന്താ? ഇതാ അല്ല, മുന്നിലുള്ള ആള് പേര് പറയാ. ഇപ്പുറത്തുള്ള ആള് നൂഹ. നൂഹയോടാണ് അടുത്ത ചോദ്യം. നൂഹയോടുള്ള അടുത്ത ചോദ്യം എന്താണെന്നറിയോ? നൂഹ, നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനത്തെ തൊട്ട് മുമ്പത്തെ ഒരു സംഗതി പറഞ്ഞു. അള്ളാഹു എന്താണ്? റഹ്മാനും റഹീമുമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ റഹ്മാന്റെയും റഹീമിന്റെയും അർത്ഥം എന്താണ് എന്ന് ഇവിടെ നിങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ്? അറിയാം, എനക്കറിയാം, നമ്മൾക്കറിയാം. കാരുണ്യവാനും കരുണാനിധിയും. ഓക്കെ, നൂഹ ശരിയായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായി എല്ലാവരും ഒന്നിങ്ങനെ കൈകെട്ടിയിരിക്കണം. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കാൻ പോകണേ. അപ്പൊ നിങ്ങള് നല്ല കുട്ടികളാണ്. നമ്മൾ പറഞ്ഞതുപോലെ കുറെ കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി വന്ന ആളുകളാണ്. അവസാനിപ്പിക്കുകയാണ്. മുന്തിരിയും മാമ്പഴവും നമുക്കായി നൽകിയതാരാണ്? കരുണ തരും
കരുണാമയനാണല്ലാഹു. പൂവുകളിൽ പറവകളിൽ ഭംഗി നിറച്ചതുമാരാണ്. കരുണ തരും അമ്പിളിയും താരകവും വിണ്ണിൽ തൂക്കിയതാരാണ്. പുതുമഴയും കുടിനീരും വെറുതെ നൽകിയതാരാണ്. ഗുണതരും കരുണതരും കരുണാമയനാണല്ലാഹു. കരുണതരും കരുണതരും കരുണാമയനാണല്ലാഹു. 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 അസ്സലാമു അലൈക്കും.